ഹലോ പ്രിയപ്പെട്ടവരെ, എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലേ, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഈ കഴിഞ്ഞ സ്പെഷ്യൽ ഗ്രേഡ് എക്സാം കാറ്റഗറി നമ്പർ 1071/2025 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിലെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഈ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഒരു അറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കാം, നമ്മൾ കരുതും. പക്ഷേ അങ്ങനെയല്ല. അതിൻ്റെ ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ അല്ലേ? മെമ്പറുടെ എക്സ്പെൽഷനുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ എക്സ്പെൽഷനുമായി ബന്ധമില്ലാത്തതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് പറയുന്നത്? ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് എ സൊസൈറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്താ പറയുന്നത്? ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ സൊസൈറ്റി. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സി എന്താ പറയുന്നത്? റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡി എന്താ പറയുന്നത്? 2/3 മെജോറിറ്റി ഓഫ് വോട്ട്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം. എക്സ്പെൽഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം, സെക്ഷൻ 70 കുറിച്ച് നിങ്ങൾക്കറിയാം, പ്രൊസീജിയറിനെ കുറിച്ച് അറിയാം. പക്ഷേ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും? എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? അപ്പോൾ ഈ ആൻസർ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നില്ല. ആൻസർ നമ്മൾ എക്സ്പെൽഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ എന്താണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ KCS ആക്റ്റിൽ സെക്ഷൻ 70 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. എന്താണ് എക്സ്പെൽഷൻ? മെമ്പേഴ്സിനെ പുറത്താക്കുന്നത്. എപ്പോഴാണ് പുറത്താക്കുന്നത്? ആരാണ് പുറത്താക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതെല്ലാം ഈ ഒരു സെക്ഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്ഷൻ 17 ഡിസ്കസ് ചെയ്യാം. എന്താണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പറയുന്നതെന്ന് നോക്കാം. എന്താണ്? എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. എന്താണ്? അഡ്വേഴ്സ്ലി ടു ദ interest of the society. Not that point. Okay. Ini next. Or has failed to comply with the provisions of the bylaws. Has failed to comply with the provisions of the bylaws. Okay. എന്താണ് പറയുന്നത്? May be expelled upon a resolution of the general body passed at a special meeting convened for the purpose by the votes of not less than 2/3 of the total number of members present and voting at the meeting. Not less than 2/3 of the total members. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്സെക്ഷൻ 1 ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം അല്ലേ? എന്താണ്? ആൻസറിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താം. എന്താ? സബ്സെക്ഷൻ 1 തന്നെ വളരെ വിശദമായി എക്സ്പെൽഷൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴാണ് ഒരു മെമ്പറിനെ നമ്മൾ എക്സ്പെൽ ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ എക്സ്പെൽ ചെയ്യുന്നത്? ഹു ഹാസ് ആക്റ്റഡ് അഡ്വേഴ്സ്ലി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. 2 കാരണങ്ങളാണ് ആക്ച്വലി പറയുന്നത് അല്ലേ? എന്താണ്? ഏതെങ്കിലും ഒരു മെമ്പർ അദ്ദേഹം സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ റീസൺ എന്താ പറയുന്നത്? ഹാസ് ഫെയിൽഡ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോസ്. ഓക്കെ, അതായത് ബൈലോ പ്രൊവിഷൻസ് ബൈലോ നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടില്ലെങ്കിൽ, ബൈലോ പ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഈ 2 റീസൺ അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ആ മെമ്പറിനെ എന്ത് ചെയ്യാം? എക്സ്പെൽ ചെയ്യാം
ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ് എന്താ പറയുന്നത്? മേ ബി എക്സ്പെൽഡ് അപ്പോൺ എ റെസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി പാസ്ഡ് അറ്റ് എ സ്പെഷ്യൽ മീറ്റിംഗ് കൺവീൻഡ് ഫോർ ദ പർപ്പസ്. ഓക്കെ, അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് എക്സ്പെൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? റെസൊല്യൂഷൻ പാസ്സാക്കി, റെസൊല്യൂഷൻ ജനറൽ ബോഡി ഈ ഒരു പർപ്പസിന് വേണ്ടി വിളിച്ചു ചേർക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാണ് ഈ പർട്ടിക്കുലർ മെമ്പറെ എന്ത് ചെയ്യുന്നത്? എക്സ്പെൽ ചെയ്യുന്നത്. അപ്പോൾ ആ റെസൊല്യൂഷൻ പാസ്സാകാൻ എന്ത് വേണം? നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ വോട്ട്സ് അല്ലേ? അത് മെജോറിറ്റി വോട്ട്സ് വേണം. 2/3 മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സായെങ്കിൽ മാത്രമേ ഒരു മെമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പെൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പർ? ക്വസ്റ്റ്യൻ അതാണ് അല്ലേ? അപ്പോൾ അതിൽ 4 സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വായിച്ചു നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. എന്തായിരിക്കും ഉത്തരം? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ്പെൽഷനുമായിട്ട് ബന്ധമില്ലാത്തത്? ഏതാണ്? യെസ്, സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് അല്ലേ? റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതെന്തായിരിക്കണം? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് തന്നെ തരണം. അപ്പോൾ എക്സ്പെൽഷൻ പർപ്പസിന് വേണ്ടി വിളിച്ചു ചേർക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് എന്ത് ചെയ്യേണ്ടത്? റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്. എങ്കിൽ മാത്രമേ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യേണ്ടത്, പുറത്താക്കേണ്ടതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ്സെഷനിൽ തന്നെ വളരെ വിശദമായി നമുക്ക് ഈ ഒരു എക്സ്പെൽഷൻ പ്രൊസീജിയർ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി സബ്സെഷൻ 2-ൽ എന്താ പറയുന്നത് നോക്കാം. No member shall be expelled under subsection 1 without being given an opportunity of being his representation എന്നാണ് പറയുന്നത് അല്ലേ? സബ്സെഷൻ 2-ൽ എന്താ പറയുന്നത്? ഒരു മെമ്പറെയോ അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നൽകാതെ അദ്ദേഹത്തെ എന്തേ ചെയ്യാൻ പാടില്ല? എക്സ്പെൽ ചെയ്യാൻ പാടില്ല. ഏതൊരു വ്യക്തികൾക്കും നമുക്കറിയാം, കുറ്റം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് എല്ലാ കോടതിയിലും എല്ലാ പ്രൊവിഷൻസും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെയോ മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എക്സ്പെൽഷൻ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പാടുകയുള്ളൂ. അതാണ് സബ്സെഷൻ 2-ൽ പറയുന്നത്. ഓക്കെ, ഇനി സബ്സെഷൻ 3-ൽ എന്താ പറയുന്നത് നോക്കൂ. A copy of the resolution expelling a member shall be communicated to the member within a period of 15 days from the date of passing of the resolution. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരാം, ആ ഒരു ടൈം ലിമിറ്റ് അല്ലേ? ടൈം ലിമിറ്റ് ഇവിടെ ഒരു 15 ഡേയ്സ് ഉണ്ട്. എന്താണ് 15 ഡേയ്സിൽ പറയുന്നത്? സബ്സെഷൻ 3-ൽ എന്താ പറയുന്നത്? അപ്പോൾ ഒരു മെമ്പറെ നമ്മൾ എക്സ്പെൽ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തി റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അദ്ദേഹത്തെ അറിയിച്ചിരിക്കണം. അത് എത്ര ദിവസത്തിനുള്ളിലാണ് അറിയിച്ചിരിക്കേണ്ടത്? റെസൊല്യൂഷൻ പാസ്സാക്കി 15 ദിവസത്തിനുള്ളിൽ ഇത് കൺസേൺഡ് മെമ്പറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, സബ്സെഷൻ 3-ൽ പറയുന്നത്. ഓക്കെ, ഇനി 4-ൽ എന്താ പറയുന്നത് നോക്കൂ. സബ്സെഷൻ 4-ൽ പറയുന്നു, ദ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് മേ ഇൻവോൾവ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പർ. എന്താണ് എക്സ്പെൽഷൻ എന്നുള്ള ആ ഒരു പ്രൊസീജിയറിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ദ എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് എന്തുകൂടി ഉൾപ്പെട്ടതാണ്? ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പർ. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നത് എക്സ്പെൽഷൻ എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ മാത്രമേ എന്താണ് എക്സ്പെൽഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അതാണ് സബ്സെഷൻ 4-ൽ പറയുന്നത്. ഇനി സബ്സെഷൻ 5-ൽ എന്ത് പറയുന്നു? നോ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഹു ഹാസ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സബ്സെഷൻ 1 ഷാൾ ബി എലിജിബിൾ ഫോർ റീ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. ഇവിടെയും ഒരു ടൈം പീരീഡ് വന്നിട്ടുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. എത്രയാണ്? 1 year. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 15 days. ആ 15 days എന്തുമായി ബന്ധപ്പെട്ടതാണ്?
യെസ്, എക്സ്പെൽ ചെയ്ത മെമ്പറിനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, റെസൊല്യൂഷൻ പാസ്സാക്കി 15 ദിവസത്തിനുള്ളിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നാണ് എന്തിൽ പറയുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, നേരത്തെ ഉള്ള സബ്സെഷൻ 3ൽ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, സബ്സെഷൻ 5ൽ എന്താ പറയുന്നത്, ഒരു ടൈം ലിമിറ്റ് കൂടി പറയുന്നുണ്ട്, 1 ഇയർ. ഈ 1 ഇയർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഒരു മെമ്പറെ എക്സ്പെല് ചെയ്ത് ആ എക്സ്പെല് ചെയ്ത് അദ്ദേഹത്തെ റീ അഡ്മിഷൻ ചെയ്യണമെങ്കിൽ, വീണ്ടും മെമ്പർഷിപ്പ് നൽകണമെങ്കിൽ എക്സ്പെല് ചെയ്ത് 1 ഇയർ കഴിഞ്ഞിരിക്കണമെന്നാണ് എന്തിൽ പറയുന്നത്, സബ്സെഷൻ 5ൽ പറയുന്നത്. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് റീ അഡ്മിഷൻ നൽകാൻ പാടില്ല. അതിനർത്ഥം എന്താണ്, എക്സ്പെൽ ചെയ്ത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വീണ്ടും മെമ്പർഷിപ്പ് നൽകി റീ അഡ്മിറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്തിൽ പറയുന്നത്, സെക്ഷൻ 17ൽ പറയുന്നത്. 5 സബ്സെഷനാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സബ്സെഷനിൽ ഈ ഒരു എക്സ്പെൽഷനുള്ള കാരണങ്ങൾ പറയുന്നു. കാരണം എന്താണ്, സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബൈലോ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല, അത് പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ ഈ 2 റീസൺ കൊണ്ടാണ് ഒരു മെമ്പറെ പുറത്താക്കാൻ സാധിക്കുക. ഇനി ഒരു മെമ്പറെ പുറത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട്. ഈ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് വേണ്ട മെജോറിറ്റി എത്രയാണ്, നോട്ട് ലെസ് ദാൻ 2/3 മെജോറിറ്റിയാണ്. ഓക്കെ, ഇനി ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുമ്പോൾ സബ്സെഷൻ 2ൽ എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നൽകേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സബ്സെഷൻ 3ൽ പറയുന്ന എന്താണ്, ഈ എക്സ്പെൽഷൻ ഓർഡർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് 15 ഡേയ്സിനുള്ളിൽ കൺസേൺഡ് മെമ്പറെ അറിയിച്ചിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഈ ഒരു എക്സ്പെൽഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൽഷനിൽ എന്തുകൂടി ആഡഡ് ആണ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, മെമ്പറുടെ കൈവശമുള്ള ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അടുത്തത് എന്താ പറയുന്നത്, ഇങ്ങനെ എക്സ്പെൽ ചെയ്തിട്ടുള്ള സബ്സെഷൻ 5ൽ പറയുന്നു, എക്സ്പെൽ ചെയ്ത ഒരു മെമ്പറെ റീ അഡ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, എക്സ്പെൽ ചെയ്ത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റീ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്ഷൻ 17ൽ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 18. റൂൾ 18ൽ എന്താ പറയുന്നത്, പ്രൊസീജിയർ ഓഫ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലേ. എന്തൊക്കെയാണ് ഒരു പ്രൊസീജിയർ, ഒരു മെമ്പറെ പുറത്താക്കേണ്ടതിനുള്ള പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് റൂൾ 18ൽ പറയുന്നത്. എന്താണ്, അപ്പോൾ ഒരു മെമ്പർ എന്ത് ചെയ്തു, സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ബൈലോ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തെ സബ്സെഷൻ 1 പ്രകാരം 17 സബ്സെഷൻ 1 പ്രകാരം എന്ത് ചെയ്യാം, എക്സ്പെൽ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു എക്സ്പെൽഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, സൊസൈറ്റി സ്വീകരിക്കേണ്ട എക്സ്പെൽഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് റൂൾ 18ൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, where any member of a society proposes to bring a resolution for expulsion of any other member, he shall give a written notice thereof to the chairman of the society. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, യെസ്, ആർക്കാണ് നോട്ടീസ് നൽകേണ്ടത്, യെസ്, ആർക്കാണ്, ചെയർമാൻ ഓഫ് ദ സൊസൈറ്റി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊസീജിയർ വളരെ വിശദമായിട്ട് തന്നെ നോക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ എക്സ്പെൽഷനുള്ള നോട്ടീസ് ആർക്കാണ് നൽകേണ്ടത്, ഇപ്പോൾ റെസൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്പർ മറ്റൊരു മെമ്പർക്കെതിരെ എന്ത് ചെയ്യാം, നോട്ടീസ് കൊണ്ടുവരാം. അപ്പോൾ ആർക്കാണ് അത് നോട്ടീസ് നൽകേണ്ടത്, ചെയർമാനാണ് നൽകേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസൊല്യൂഷനുള്ള നോട്ടീസ്, പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇനി അടുത്ത പ്രൊസീജിയർ എന്താണ്, ഓൺ റെസീപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് ഓർ where the committee itself decided to bring such resolution, the committee shall send a registered notice to the member concerned to furnish his explanation, if any, in the matter within 15 days from the date of receipt of the notice. അപ്പോൾ നോക്കൂ, അപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യാം, നോട്ടീസ് ആർക്ക് നൽകാം, റെസൊല്യൂഷൻ കൊണ്ടുവരാനുള്ള നോട്ടീസ് ചെയർമാന് നൽകാം. അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രൊസീജിയർ എന്താണ്,
കമ്മിറ്റി ഷാൾ സെൻഡ് എ രജിസ്റ്റേർഡ് നോട്ടീസ് ടു ദ മെമ്പർ കൺസേൺഡ്. ആർക്കെതിരെയാണോ റെസൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കുന്നു. അദ്ദേഹം ആ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ വിശദീകരണം നൽകാൻ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു നോട്ടീസ് നൽകുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, the member shall also given an opportunity for being heard in person if so desires. അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൂടി ഒരു ഓപ്പർച്യൂണിറ്റി നൽകണം, എന്താണ്, അദ്ദേഹത്തിനെ പേഴ്സണലി ഹിയർ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ കൂടി, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. അതിനുള്ള ഒരു അവസരം കൂടി ആർക്ക് നൽകേണ്ടതാണ്, ഈ കൺസേൺഡ് മെമ്പറിന് നൽകേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത പ്രൊസീജിയർ എന്താ, നെക്സ്റ്റ് പ്രൊസീജിയർ എന്താ പറയുന്നത്, ഓൺ ഒബ്റ്റെയിൻഡ് ദ എക്സ്പ്ലനേഷൻ ഇഫ് എനി ആൻഡ് ഓൺ ബീങ് ഹിയർഡ് ഇൻ പേഴ്സൺ if he so desires and on giving opportunity to the complainant to substantiate his allegation or after taking into consideration and written representation which he might have sent to the committee or general body, the committee shall decide as to the course of action to be adopted. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊസീജിയർ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി നൽകി, അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള അവസരം നമ്മൾ നൽകി, അദ്ദേഹത്തിൽ നിന്ന് എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, അടുത്ത ആക്ഷൻ, എക്സ്പ്ലനേഷൻ തൃപ്തികരമാണെങ്കിൽ എന്താണ്, അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മറ്റുള്ള പ്രൊസീജിയേഴ്സ്, മറ്റുള്ള പ്രൊവിഷൻസ് നിർത്തിവെക്കാം. അതല്ല, തൃപ്തികരമല്ലാത്തൊരു എക്സ്പ്ലനേഷനാണ് കൺസേൺഡ് മെമ്പർ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, അടുത്ത ആക്ഷനെ കുറിച്ച് തീരുമാനമെടുക്കാം. ഓക്കെ, ഇനി എന്താണ്, if the committee decided to expel the member, it shall convene a special general body meeting after issuing due notice appending the agenda to and place the matter before it for decision under section 17. ഓക്കെ, അപ്പോൾ എന്താണ്, സെക്ഷൻ 17 പ്രകാരം എക്സ്പെൽ ചെയ്യാൻ ഉള്ള റീസൺ അവിടെ ഉണ്ടെങ്കിൽ, ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്മിറ്റിക്ക് ആരാണ് വിളിച്ചു ചേർക്കുന്നത്, കമ്മിറ്റിയാണ് അല്ലേ. കമ്മിറ്റി എന്ത് വിളിച്ചു ചേർക്കുന്നു, സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് വിളിച്ചു ചേർക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക, കൺവീൻ എ സ്പെഷ്യൽ ജനറൽ ബോഡി. ആരാണ് കൺവീൻ ചെയ്യുന്നത്, കമ്മിറ്റി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്ത് എക്സ്പെൽഷൻ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ റൂൾ 18 എന്ത് പറയുന്നത്, എക്സ്പെൽഷൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്നത്. റൂൾ 18 എന്ത് പറയുന്നു, പ്രൊസീജിയേഴ്സ് ഫോർ എക്സ്പെൽഷൻ പറയുന്നു. അതുപോലെ തന്നെ എക്സ്പെൽഷൻ്റെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 17. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു അല്ലേ. സബ്സെഷൻ 1 ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ് പോലും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സെക്ഷൻ ആണെങ്കിലും റൂൾ ആണെങ്കിലും ഒരു പോയിൻ്റ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വളരെ ആഴത്തിലുള്ളൊരു പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത്. എല്ലാവർക്കും വിജയാശംസകൾ. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. കൂടുതൽ ടോപ്പിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഏസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ CSCB ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. താങ്ക്